സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർഷൽ അതുപോലെ തന്നെ പിഗു ഇവർ രണ്ടുപേരും എന്താണ് ടോട്ടൽ വെൽഫെയർ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയറിൻ്റെ ക്രൈറ്റീരിയൻ എന്താണ് അക്കോർഡിംഗ് ടു മാർഷൽ ആൻഡ് പിഗു, AC പിഗു. So according to Marshall, there are some concept known as what you call the consumer surplus. കൺസ്യൂമർ സർപ്ലസിൻ്റെ ബേസിസിലാണ് ഇദ്ദേഹം എന്താണ് സോഷ്യൽ വെൽഫെയറിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ബിഫോർ ദാറ്റ് വി നീഡ് ടു ഡിസ്കസ് ദ കോൺസെപ്റ്റ് S1 ആൻഡ് S2. S1 ആൻഡ് S2 എന്താണ് S1 എന്താണ് S2 എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നമ്മൾ നേരത്തെ എന്താണ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചേഞ്ച് കാരണം, ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പോളിസി ചേഞ്ച് കാരണം എന്താണ് ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി ആണ് ഈ ചേഞ്ച് കാരണം ഉണ്ടായ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി, അതിനെയാണ് നമ്മൾ S1 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ദറ്റ് ഈസ് ടോട്ടൽ യൂട്ടിലിറ്റി ഡ്യൂ ടു ചേഞ്ച്. ഇനി S2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഓർ ഡിസ്യൂട്ടിലിറ്റി ഡ്യൂ ടു എ ചേഞ്ച്. ആ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോളിസി ചേഞ്ച് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരേപോലെയുള്ള ഇൻകം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കാർഡിനലിസ്റ്റ് പ്രിൻസിപ്പളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 പേരുടെ എന്താണ് ഇൻകം സെയിം ആക്കിയാൽ മാത്രമേ നമുക്ക് ബന്ധാം ക്രൈറ്റീരിയനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 പേരുടെ ഇൻകം നമ്മൾ സെയിം ആക്കിയാൽ മാത്രമേ അവർക്ക് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി നമുക്ക് സെയിം ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് സോഷ്യൽ വെൽഫെയർ നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ നമ്മൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ പോളിസി ചേഞ്ച് കാരണം ഉണ്ടായിട്ടുള്ള ഡിസ്യൂട്ടിലിറ്റിയാണ് നമ്മൾ S2 എന്ന് പറയുന്നത്. പോളിസി ചേഞ്ച് കാരണം അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ ചേഞ്ച് കാരണം ഉണ്ടായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ടോട്ടൽ യൂട്ടിലിറ്റിനെയാണ് നമ്മൾ S1 എന്ന് പറയുന്നത്. സോ അഗ്രിഗേറ്റ് സർപ്ലസ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ അഗ്രിഗേറ്റ് സർപ്ലസ് എന്ന് പറയുന്നത് എന്താണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ S1 ആൻഡ് S2. that is total utility due to a change minus the total disutility due to a change. അതാണ് അഗ്രിഗേറ്റ് സർപ്ലസ് എന്ന് പറയുന്നത്. സോ നമ്മൾ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അഗ്രിഗേറ്റ് സർപ്ലസ് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. സോ ഇതാണ് മാർഷലിൻ്റെ ഒരു കോൺസെപ്റ്റ്. സോ അഗ്രിഗേറ്റ് സർപ്ലസ് ഓഫ് എ കമ്മ്യൂണിറ്റി ഹാസ് ടു ബി ഇൻക്രീസ്ഡ്, ദെൻ ഓൺലി സോഷ്യൽ വെൽഫെയർ വിൽ ബി ഇൻക്രീസ്ഡ്. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ പറയുന്നത് സിൻസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെഷർ അഗ്രിഗേറ്റ് സപ്ലൈ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അഗ്രിഗേറ്റ് സർപ്ലസ് നമുക്കത് ഡിഫിക്കൽട്ടാണ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മാർഷൽ യൂസ് ചെയ്യുന്നത് കൺസ്യൂമർ സർപ്ലസ് ആണ്. അപ്പോൾ കൺസ്യൂമർ സർപ്ലസ് ഇൻക്രീസ് ചെയ്യുമ്പം സോഷ്യൽ വെൽഫെയർ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്യപ്പെടും. കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ എന്താണ് നമ്മളിപ്പം ഒരു കടയിൽ പോവുകയാണ്, അവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വില്ലിങ് ടു പേ, ഓക്കെ, നമ്മൾ വില്ലിങ് ടു പേ എന്ന് പറയുന്നത് ഒരു 30 ആണ്. പക്ഷെ അവിടുത്തെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോഴേക്ക് അവിടെ നമ്മളൊരു ഷോപ്പിൽ ആണ് പോകുന്നത്, ഒരു നല്ല സ്നാക്സ് ഒക്കെ ഉള്ള ഒരു ഷോപ്പിലാണ് പോകുന്നത്, ഒരു മോളിലുള്ള ഒരു ഷോപ്പിലാണ് പോകുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കുവാണ് ഭയങ്കര എന്താണ് കോസ്റ്റ്ലി ആയിരിക്കും എന്ന് വിചാരിക്കുവാണ്. പക്ഷെ അവിടെ പോയപ്പോൾ ഒറിജിനലായിട്ട് നമ്മൾ ഒരു 1000 ആണ് നമ്മളെ വില്ലിങ് ടു പേ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 1000 ആണ്. പക്ഷെ നമുക്ക് അവിടെ ഒറിജിനൽ ബില്ല് വന്നപ്പോൾ 200 ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് 2 എമൗണ്ട് ഈസ് നോൺ ആസ് കൺസ്യൂമർ സർപ്ലസ്. ഇതിനെയാണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ കൺസ്യൂമർ സർപ്ലസ്, സൊസൈറ്റിയുടെ കൺസ്യൂമർ സർപ്ലസ് ഇൻക്രീസ് ചെയ്യുമ്പം സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുമെന്നാണ് മാർഷൽ പറഞ്ഞത്. വെരി സ്മോൾ കോൺസെപ്റ്റ്. നെക്സ്റ്റ് നമ്മൾ പിഗുവിൻ്റെ കോൺസെപ്റ്റാണ് പറയുന്നത്.